സംസ്ഥാന വഖഫ് ബോർഡിൽ അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തണമെന്ന ഹർജിയിൽ സർക്കാരിന് മറുപടി തേടി ഹൈക്കോടതി. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയിലാണ് സർക്കാരിന് മറുപടി തേടിയത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റേതാണ് ഈ നടപടി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, നമുക്കറിയാം വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ കൂടി വേണം എന്നുള്ള ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി എങ്കിലും സംസ്ഥാന സർക്കാർ അക്കാര്യത്തിൽ യാതൊരു നടപടിയും ഇതുവരെയായി ചെയ്തിരുന്നില്ല. ഇതിനെതിരെയാണ് ഒരു പൊതു താൽപര്യ ഹർജി BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് നൽകിയത്. അതിന്മേലാണ് ഇപ്പോൾ കോടതി ഇടപെടൽ. കൂടുതൽ വിവരങ്ങൾ രേഷ്മ ബാബു. സംസ്ഥാന വഖഫ് ബോർഡിൽ അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള ഷോൺ ജോർജ് നേരത്തെ ഹൈക്കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജി നൽകിയിരുന്നു. ഇന്ന് ഈ പൊതു താൽപര്യ ഹർജി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ പരിഗണനയ്ക്ക് വന്ന സാഹചര്യത്തിലാണ് ഈ ഹർജിയിൽ സംസ്ഥാന സർക്കാരിന്റെ മറുപടി കോടതി തേടിയിട്ടുള്ളത്. അടുത്ത ഘട്ടത്തിൽ ഈ ഹർജി വീണ്ടും പരിഗണിക്കുന്ന വേളയിൽ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കണം. അതിനുശേഷം വിശദമായിട്ട് ഈ വിഭാഗങ്ങളുടെയും വാദം ഹൈക്കോടതി കേൾക്കും. പ്രധാനമായിട്ടും ഷോൺ ജോർജ് നൽകിയിട്ടുള്ള ഹർജിയിലെ ആവശ്യമെന്ന് പറയുന്നത്, നിലവിൽ സംസ്ഥാന വഖഫ് ബോർഡിൽ അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ടില്ല. 2025 വഖഫ് ഭേദഗതി നിയമപ്രകാരം 2 അമുസ്ലിം അംഗങ്ങളെ എല്ലാ സംസ്ഥാന വഖഫ് ബോർഡുകളിലും നിയമിക്കണമെന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ കേരള സംസ്ഥാനത്തെ വഖഫ് ബോർഡിൽ 9 അംഗങ്ങൾ മുസ്ലിങ്ങളാണ്. ആ 9 മുസ്ലിം അംഗങ്ങളെ നിയമിച്ച ഘട്ടത്തിൽ പോലും അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തി ആ ഭേദഗതി നിയമം അത് നടപ്പിലാക്കാനായിട്ടുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ വഖഫ് ബോർഡിന്റെ പ്രവർത്തനം നിയമവിരുദ്ധമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു ആക്ഷേപവും ഷോൺ ജോർജിന്റെ ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ഏറെ നിർണായകമാണ്. ഈ വഖഫ് ബോർഡിന്റെ, അതായത് വഖഫ് ഭേദഗതി നിയമപ്രകാരം 2 അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തണം എന്നുള്ളത് നിയമമാണ്. ആ ചട്ടം ഇതുവരെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ള ഒരു ആരോപണമാണ് ഷോൺ ജോർജ് ഉന്നയിച്ചിരിക്കുന്നത്. അടുത്തയാഴ്ച ഈ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. വ്യക്തമാണ്. സംസ്ഥാന വഖഫ് ബോർഡിലാണ് അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തണമെന്ന ഹർജിയിൽ സർക്കാരിന്റെ മറുപടി ഹൈക്കോടതി തേടുന്നത്. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയിലാണ് സർക്കാരിന്റെ മറുപടി തേടിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു.